സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. നിങ്ങൾ ദൈവത്തിനെ വിട്ടുകളഞ്ഞു, മനുഷ്യരുടെ സമ്പ്രദായം പ്രമാണിക്കുന്നു. മർക്കോസ് 7:8 വാക്യം. യേശു അക്കാലത്തുണ്ടായിരുന്ന മതനേതാക്കന്മാരെ ഇത്തരം പഴുതുകളുണ്ടാക്കുന്നതിന് നന്നായി വിമർശിച്ചിരുന്നു. നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന കൽപ്പന തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങളുടെ സമ്പ്രദായം പ്രമാണിപ്പാൻ വേണ്ടി നിങ്ങൾ ദൈവകൽപ്പന തള്ളിക്കളയുന്ന നന്നായി അവിടുന്ന് പറഞ്ഞു. മർക്കോസ് 9:10 വാക്യങ്ങൾ. മതഭക്തി എന്ന കപടവേഷം ധരിച്ച് ഈ ധനികര നേതാക്കൾ അവർ കുടുംബങ്ങളെ തള്ളിക്കളഞ്ഞിരുന്നു. അവർ പണം ദൈവത്തിനെ സമർപ്പിച്ചാണെന്നും അതിൻ്റെ അപ്പനെയും അമ്മയും അവരുടെ വാക്തത്വത്തിൽ സഹായിക്കേണ്ടെന്നും അവർ പ്രസ്താവിച്ചു. യേശു പെട്ടെന്ന് തന്നെ പ്രശ്നത്തിൽ ഉത്ഭവത്തിലെത്തി ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്തെ ദൈവകൽപ്പന ദുർബലമാക്കുമെന്ന് പറഞ്ഞു. അവർ ദൈവത്തെ ബഹുമാനിച്ചില്ല, മാതാപിതാക്കളെ അപമാനിക്കുകയും ചെയ്തു. യുക്തിവാദം വളരെ സൂക്ഷ്മമായിരിക്കാം. അതിലൂടെ നാം കർത്തവ്യങ്ങളെ മറക്കുകയും സ്വാർത്ഥപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ പെരുമാറ്റത്തെയാണ് കാണിക്കുന്നതെങ്കിൽ നാം നമ്മെ തന്നെ വഞ്ചിക്കുകയാണ്. തൻ്റെ പിതാവായൻ്റെ നല്ല ഉപദേശങ്ങളാലും പരിശുദ്ധാത്മാവിന്റെ നിയമത്താലും നമ്മുടെ സ്വാർത്ഥ ചിന്തകളെ മാറ്റുവാനുള്ള അവസരം നമുക്ക് യേശു വാഗ്ദത്തം ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊക്കെ മേഖലകളാണ് നിങ്ങൾ യുക്തി ഉപയോഗിക്കുന്നത്? ഈ യുക്തി എങ്ങനെയാണ് ബൈബിളിലൂടെ ഞാൻ തൃപ്തിപ്പെടുത്തുന്നത്? പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് അവിടുത്തെ ജ്ഞാനമുള്ള വിവേചനം നൽകണമേ. എൻ്റെ സ്വന്തം കുറ്റബോധത്തിൻ്റെ നിഷേധത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അങ്ങനെയൊക്കെ സ്നേഹവും സത്യത്തിൻ്റെ വിശുദ്ധിയുടെയും ആത്മാവിനെ ചേർന്ന് ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ. കഴിഞ്ഞ രാഴ്ച വരാവുന്ന ആപത്തവൻ രോഗദുഃഖം മണ്ഡലത്തിന് ദൈവം നമ്മെ കാത്തുരാച്ചു. പുതിയ രാഴ്ചക്കാരൻ ദൈവം നമ്മെ അത്ഭുതകരമായി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.